A warm welcome to another beautiful episode of Canandation Season 2. സ്മിർനായിലെ മെത്രാനായിരുന്നു വിശുദ്ധ പോളികാർപ്പ്. ഒരിക്കൽ അദ്ദേഹത്തെ വധിക്കാനായി ഒരുങ്ങിയിരുന്ന ഒരു സന്ദർഭത്തിൽ വിശുദ്ധ പോളികാർപ്പും ന്യായാധിപനും തമ്മിലുള്ള സംഭാഷണം ഇപ്രകാരമായിരുന്നു. ന്യായാധിപൻ വിശുദ്ധ പോളികാർപ്പിനോട് ചോദിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ശപിക്കുക, എങ്കിൽ ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം. അതിന് മറുപടിയായി വിശുദ്ധ പോളികാർപ്പ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, 86 വർഷം ഞാൻ അദ്ദേഹത്തെ സേവിച്ചു, ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ കൈവെടിഞ്ഞിട്ടില്ല. എന്നിട്ടും എന്റെ രാജാവായ കർത്താവിനെ ഇപ്പോൾ ഞാൻ എങ്ങനെ ശപിക്കും? സത്യമായി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഏതെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പോലും ദൈവത്തിനെ ശപിക്കാൻ ഒരുങ്ങുന്നവരാണ് നമ്മൾ. എന്നാൽ ഒരു നിമിഷമെങ്കിലും നാം ആലോചിച്ചു നോക്കണം, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ദൈവം നമ്മെ ശപിച്ചിട്ടുണ്ടോ എന്ന്. ദൈവസ്നേഹം വെളിവാക്കുന്ന ബൈബിൾ ചോദ്യങ്ങളുമായി കാനാൻദേശം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. അതിനു മുൻപ് വെൽക്കം ചെയ്യണം അവർ ക്വിസ് മാസ്റ്റർ ആൻഡ് ഹീസ് റെഡി. സോ ഐ ഹാർട്ട്ലി വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദിവ്യ സ്നേഹം അറിയാതകലേ ഞാൻ, പാപാന്ധകാരവീതി അലയൊന്നേകാകിയാ, ഈ ലോകമെല്ലാം നേടിയെന്നാകിലും എന്നാത്മം കൈമോശമാകയാ, അലയൊന്നേകാകിയാ ജീവനെന്ന. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഈ വചനം ധ്യാനിച്ചുകൊണ്ട് കാനാൻദേശം സീസൺ 2 ഈ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസ്റ്റർ സുഭാഷ് തോമസ് ഫ്രം ഭരണങ്ങാനം. കേരളത്തിന്റെ റോം എന്നറിയപ്പെടുന്ന പാലായിൽ ഭരണങ്ങാനത്തു നിന്നും വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാട്ടിൽ നിന്നും വന്നിരിക്കുന്ന സുഭാഷ് തോമസ് ആണ് നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ്. സുഭാഷിന്റെ വിശേഷങ്ങൾ അറിയാം, അനുഭവങ്ങൾ അറിയാം, അതോടൊപ്പം മത്സരത്തിലേക്ക് കടക്കാം. സുഭാഷ്, ഹാർട്ടി വെൽക്കം ടു കാനാൻദേശം സീസൺ 2. താങ്ക് യു. ഭരണങ്ങാനത്തു നിന്നും വരുന്നു. സുഭാഷിന്റെ ഫാമിലിയെ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എന്റെ അമ്മ എന്റെ കൂടെ വന്നിട്ടുണ്ട്. റോസമ്മ എന്നാണ് പേര്. ഭാര്യയുണ്ട് രാജി. മക്കൾ 2 പേര്. മൂത്തയാള് സാന്ദ്ര, രണ്ടാമത്തെ ആള് കെവിൻ. മോള് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ +1 ചേർന്ന് പഠിക്കുന്നു. പാലായിലെ കാർമൽ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. മോനും ആ സ്കൂളിൽ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സുഭാഷ് എന്ത് ചെയ്യുന്നു? ഞാൻ ബേസിക്കലി ബൈ പ്രൊഫഷൻ ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. ഗൾഫില് ഒരു കമ്പനിയുടെ, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫിനാൻസ് മാനേജരായി 3 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം അബുദാബിയിലെ ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജരായിട്ട് 3 വർഷം വർക്ക് ചെയ്തു. ഒരു 4-5 വർഷം മുമ്പ് തിരിച്ച് നാട്ടിൽ വന്നു. ഇപ്പോ എറണാകുളത്തുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഫിനാൻസ് മാനേജരായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ കാനാൻദേശം സീസൺ 2 ഈ എപ്പിസോഡിൽ ഒത്തിരി അനുഭവങ്ങൾ, കാരണം വിദേശത്ത് വർക്ക് ചെയ്യുകയും ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവും.
അതെല്ലാം കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. തീർച്ചയായും. റെഡിയല്ലേ? റെഡിയാണ്. കനാൻ ദേശം സീസൺ 2, ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. കനാൻ ദേശം സീസൺ 2വിന്റെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ ഏതെങ്കിലും കണ്ടിരുന്നോ? മിക്കവാറും കാണാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും കാണാറുണ്ട് എപ്പിസോഡ് കാണാറുണ്ട്. അപ്പോൾ ഈ സിൽവർ റൗണ്ടിനെ പറ്റി എങ്കിലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 4 ചോദ്യങ്ങളായിരിക്കും. 4 ചോദ്യങ്ങൾക്കും 10 പോയിന്റ്സ് വീതം. 2 ചോദ്യങ്ങൾ അടുത്ത് തെറ്റാവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് 4 ചോദ്യങ്ങൾക്കും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ഉണ്ടാവും. ടോട്ടൽ 50 പോയിന്റ്സ് സ്കോർ ചെയ്യാം. റെഡിയല്ലേ? റെഡിയാണ്. പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. തീർച്ചയായും. കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള ആദ്യത്തെ ചോദ്യം. ദാവീദ് എത്ര വർഷമാണ് ഇസ്രയേലിൽ ഭരണം നടത്തിയത്? ശ്രദ്ധിക്കാം. ദാവീദ് എത്ര വർഷമാണ് ഇസ്രയേലിൽ ഭരണം നടത്തിയത്? ഓപ്ഷൻ എ 44 വർഷം, ഓപ്ഷൻ ബി 30 വർഷം, ഓപ്ഷൻ സി 50 വർഷം, ഓപ്ഷൻ ഡി 40 വർഷം. എത്ര വർഷമാണ് ദാവീദ് ഇസ്രയേലിൽ ഭരണം നടത്തിയത്? 40 വർഷം. 40 വർഷം. ഓപ്ഷൻ ഡി ലോക്ക് ചെയ്യട്ടെ? ഉറപ്പില്ല. ഓക്കെ. ഓപ്ഷൻ ഡി. ഓക്കെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി. വേറെ ഏതെങ്കിലും ഓപ്ഷൻ സുഭാഷിന്റെ മനസ്സിൽ വരുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. അത് അറിയാൻ പാടില്ല. ഓക്കെ. എനിഹോ നമുക്ക് ഒരു ഗെയിമിന്റെ ഇതിനു വേണ്ടി വേറെ ഏതെങ്കിലും ഒന്ന്. ഇത് നമ്മൾ ലോക്ക് ചെയ്തു ഓൾറെഡി. ഇതാണ് ആൻസർ. ഇപ്പോൾ സുഭാഷ് പറഞ്ഞിരിക്കുന്ന ആൻസർ. എനി അതർ ഗസ്? പക്ഷെ വേറൊന്നും എനിക്ക് തോന്നുന്നില്ല. 40 വർഷം ആണെന്ന് അങ്ങോട്ട്. അപ്പൊ ഉറപ്പാണ് ആൻസർ? ഉറപ്പാണ്. ഓക്കെ. ദെൻ ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ഡി 40 വർഷം റൈറ്റ് ആൻസർ. അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും 40 വർഷത്തിൽ ഉറച്ചു നിന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. എനിഹൗ നന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. നമുക്ക് സുഭാഷിന്റെ സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റിന് സുഭാഷ് തോമസിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. അപ്പോൾ നമുക്ക് സുഭാഷിന്റെ ജോലിയിലേക്ക് വരാം. എങ്ങനെയാണ് ജോലിയുടെ കാര്യങ്ങൾ? MBA കഴിഞ്ഞു. അതിനു മുമ്പ് CA ഇന്റർ പാസ്സായിട്ടുണ്ടായിരുന്നു. വളരെ തികച്ചും സാധാരണമായ ഒരു ചുറ്റുപാടിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ അതിനുശേഷം 98 വിവാഹം കഴിഞ്ഞു. ആ സമയത്തൊക്കെ പാലായിലും പരിസരങ്ങളിലുമുള്ള പല കമ്പനികളിലും ഇൻക്ലൂഡിംഗ് റബ്ബർ ബോർഡ് ജോലി ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട്സ് ആയിരുന്നു ഫീൽഡ്. അക്കൗണ്ട്സ് ഓഫീസർ. അങ്ങനെ പടിപടിയായി ഉയർന്നു ഫിനാൻസ് മാനേജർ എന്നുള്ള ലെവൽ വരെ എത്തി. അങ്ങനെ ഇരിക്കെ ഗൾഫിൽ വിദേശത്ത് പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടി. കുവൈറ്റില് ഒരു കമ്പനിയുടെ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ള പോസ്റ്റിൽ 3 വർഷത്തോടെ ജോലി ചെയ്തു. പറയത്തക്കതായിട്ടുള്ള, അതായത് അന്ന് വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് അവധി കിട്ടുക. ഞായറാഴ്ച വർക്കിംഗ് ഡേ ആണ്. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാനായിട്ടുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് എല്ലാവരും കുർബാനയ്ക്ക് പോകുന്നത്. അവിടെ നിന്ന് ഒരു 160 കിലോമീറ്ററോളം, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 160 കിലോമീറ്ററോളം, ഫാഹിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 160 കിലോമീറ്റർ അകലെ കുവൈറ്റ് സിറ്റിയിലാണ് ഒരു കത്തോലിക്ക ദേവാലയം ഉള്ളത്. അവിടെ പോയി വെള്ളിയാഴ്ച കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംതൃപ്തി, അതിന് നമുക്ക് പകരം വെക്കാനായിട്ടൊന്നുമില്ല. അതിനുശേഷം അബുദാബിയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജോലിയുടെ ഉയർന്ന തസ്തികയിൽ, അതായത് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ളതിൽ നിന്നും ഫിനാൻസ് മാനേജർ എന്നുള്ള ലെവലിലേക്ക് ഉയർന്നു. ശമ്പളം ഇരട്ടിയായി, സാഹചര്യം ഇരട്ടിയായി. പിന്നെ ഒരു അടിച്ചുപൊളിയുടെ ജീവിതമൊക്കെ ആയിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന കാര്യത്തിന് ഭയങ്കര മടിയായിപ്പോയി. അങ്ങനെ കൂദാശ ജീവിതത്തിൽ നിന്ന് കുറച്ചങ്ങ് അകന്നു. ഏതായാലും ദൈവം ഇത് കണ്ടു. ഞാൻ നശിച്ചു പോകാനായിട്ടൊരിക്കലും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ ആ കരുതലിന്റെ കൂടുതൽ കൊണ്ട് അവിടുന്ന് പറഞ്ഞു, നീ തൽക്കാലം കുറച്ചുനാളഞ്ഞ് വീട്ടിൽ പോയിരുന്ന പള്ളിയിലൊക്കെ പോയി കൂദാശയൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നുള്ളത് നോക്കി അതനുസരിച്ച് ജീവിച്ച് കുറച്ച് നന്മയിലേക്ക് വരാൻ പറഞ്ഞു. അവിടുത്തെ ജോലി എനിക്ക് റിസൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായി.
റിസൈൻ ചെയ്യേണ്ടി വന്നു. തിരിച്ച് നാട്ടിലെത്തി കുറച്ചു കാലം ഇങ്ങനെ ചെറിയ ബിസിനസ്സുകളൊക്കെ ആയിട്ട് നടന്നു. ബിസിനസ്സുകളെല്ലാം പരാജയപ്പെട്ടു. അപ്പൊ അതിനിടയ്ക്കാണ് ഒരു ജീവിതത്തെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ ഒരു കസേരയിൽ ഗോൾഡൻ സീറ്റിൽ എത്തിച്ച ഒരു സംഭവം. എന്റെ ഒരു സ്നേഹിതൻ സഭയിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് വിട്ട് മറ്റൊരു പുതിയ ന്യൂ ജനറേഷൻ സഭയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എനിക്ക് കാണേണ്ടി വന്നു. ഞാൻ ഒരുപാട് ചോദ്യം ചെയ്തു, എന്തുകൊണ്ട് പോയി, സഭ വിട്ട് എന്തുകൊണ്ട് പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടൊക്കെ വേറെ. അതങ്ങനെയല്ല, സഭയിലെ വിശ്വാസങ്ങൾ ചിലത് തെറ്റാണ്, വിഗ്രഹാരാധനയാണ്, രൂപങ്ങൾ വയ്ക്കാൻ പാടില്ല, ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം. കാരണം ഞാൻ ചെറുപ്പം മുതലേ ദൈവവിശ്വാസത്തിലും സഭയിലുള്ള വിശ്വാസത്തിലും അടിയുറച്ച വിശ്വാസത്തിൽ വളർന്നു വന്നൊരു വ്യക്തിയാണ്. എന്റെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് എന്റെ അമ്മ എന്നോട് പറഞ്ഞു തന്ന ഒരു വാക്യമുണ്ട്. ആ ഒരു വാക്യമാണ് ഇപ്പോഴും എന്നെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. എന്താണ്? മോനെ, നീ എന്ത് ചെയ്താലും ഇപ്പൊ നിന്റെ ഉള്ളിൽ ഈശോ ഉണ്ട്. നീ നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് ആര് കണ്ടില്ല എന്ന് നീ വിചാരിച്ചാലും ഈശോ നിന്റെ ഉള്ളിലിരുന്ന് തന്നെ കാണുന്നുണ്ട്. നീ തെറ്റായിട്ടുള്ളത് എന്തെങ്കിലും ചെയ്താൽ ഈശോ ആ നിമിഷം നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോവും. വളരെ 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 നല്ലൊരു പോയിന്റാണ്. നമുക്കതിലേക്ക് വരാം. ഈശോയുടെ ഒരു അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ഭാഗത്തേക്കാണ് വരാൻ പോകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായും. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള രണ്ടാമത്തെ ചോദ്യം. നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. ഏത് ശിഷ്യനോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. ഏത് ശിഷ്യനോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ പത്രോസിനോട്, ഓപ്ഷൻ ബി മത്തായിയോട്, ഓപ്ഷൻ സി യാക്കോബിനോട്, ആൻഡ് ഓപ്ഷൻ ഡി യോഹന്നാനോട്. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. ഓപ്ഷൻ എ പത്രോസിനോട്. ഓപ്ഷൻ എ പത്രോസിനോട്. ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ പത്രോസിനോട്. ലോക്ക് ചെയ്തു. പത്രോസിനോടായിരിക്കും അല്ലേ? പത്രോസ് ആയിരുന്നു മീൻപിടുത്തക്കാരനെന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ബൈബിൾ, ഞാനൊരു കോഴ്സിനും പോയിട്ടില്ല, ബൈബിൾ പഠിച്ചിട്ടുമില്ല. ഓക്കെ. ഈ 4 വർഷം മുമ്പ് ഈ ഒരു സ്നേഹിതന്റെ അടുത്ത് നിന്നുണ്ടായ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയിലുണ്ടായ ഒരു വിഷമത്തിന്റെ പേരിൽ ഞാൻ ബൈബിൾ തുറന്നിരുന്ന് എന്റെ കർത്താവേ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടെ ഇരുന്ന് വായിച്ചപ്പോ കിട്ടിയ കുറച്ച് തമ്പുരാൻ തന്നെ ആ കുറച്ച് അറിവ് മാത്രമേ എനിക്കുള്ളൂ. അതായത് ബൈബിൾ ആരും പഠിപ്പിച്ചിട്ടുമില്ല, ഞാൻ അടുത്ത് ഒരു കോഴ്സിനും പോയിട്ടില്ല. ബൈബിൾ എപ്പോഴാണോ നമ്മൾ ഹൃദയം കൊണ്ട് വായിച്ചു തുടങ്ങുന്നത്, അല്ലേ? നമ്മുടെ ബുദ്ധി കൊണ്ട് വായിക്കുന്നതിന് പകരം നമ്മുടെ ആത്മാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ബൈബിൾ വായിച്ചു തുടങ്ങുന്നിടത്ത് മുതൽ നമ്മുടെ മനസ്സിലേക്ക് ഇതൊക്കെ ആഴത്തിൽ പതിഞ്ഞു വരും. ആത്മാവിന്റെ സഹായമില്ലാതെ അത് മനസ്സിലാക്കാനായിട്ട് അല്ലേ? അപ്പോൾ മാത്രമേ അത് തിരിയുന്നുള്ളൂ. ബൈബിളിലെ ചില സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ ബ്ലാങ്ക് ആയി കിടക്കുന്നത് തെളിഞ്ഞു വരുന്നത് പോലെയുള്ള ഒരു അല്ലേ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവും. എനിഹൗ നമുക്ക് ചോദിക്കാം റൈറ്റ് ആൻസർ. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ പത്രോസിനോട് റൈറ്റ് ആൻസർ. മത്തായിയുടെ സുവിശേഷം 17:27 ഭാഗം. അപ്പോൾ നമുക്ക് സ്കോർ ഒന്ന് ചോദിക്കാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. അഗെയിൻ സിൽവർ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് സുഭാഷ് തോമസിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. അപ്പോൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നിർത്തിയ ഭാഗത്തേക്ക് വരാം. ഈശോ ദിവികാരുണ്യനാഥൻ മനസ്സിൽ വന്നതിന് ശേഷം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഈശോ കാണുന്നുണ്ട്, അല്ലേ? അമ്മയുടെ ആ ഒരു വാക്കാണ് പിന്നെയുള്ള ജീവിതത്തിൽ, അല്ലെ? അതും നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ ആ വാക്ക് വളരെ സീരിയസ് ആയിട്ട് ഹൃദയത്തിൽ ആ പ്രായത്തിൽ തന്നെ സ്വീകരിച്ചു. അതിനുശേഷം എന്തായിരുന്നു ലൈഫിൽ? ബൈബിൾ സീരിയസ് ആയിട്ട് എടുക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് അത് മനസ്സിലാക്കണം
ഉൾക്കൊള്ളണം എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടായത് ഈ സുഹൃത്തിന്റെ സഭയിൽ നിന്നുള്ള ആ ഒരു വേർപാടിനോട് അനുബന്ധിച്ചുള്ള തീവ്രമായിട്ടുള്ള വേദനയിൽ നിന്നാണ്. കാരണം ഈ സുഹൃത്ത് ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. പക്ഷേ പള്ളിയിൽ പോകുകയോ ഞായറാഴ്ച ആചരണമോ അല്ലെങ്കിൽ കൂതാശ ജീവിതമോ ഒന്നുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഞാൻ ഇദ്ദേഹത്തെ ഞായറാഴ്ച നീ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാൻ പാടില്ല, കർത്താവിന്റെ ദിവസമാണ്, അത് പരിശുദ്ധമായിട്ട് ആചരിക്കണം, ഇവനെ പള്ളിയിൽ കൊണ്ടുപോവുക, ധ്യാനം കൂടാനായിട്ട് കൊണ്ടുപോവുക, ആരാധനയ്ക്കായിട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ ചെയ്തങ്ങ് തുടങ്ങി. ആ ഒരു സമയത്താണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടുള്ള ബൈബിൾ വായനയൊക്കെ പതുക്കെ അങ്ങ് തുടങ്ങിയ സമയത്ത് എന്തൊക്കെയോ ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം സഭ വിട്ടു പോകാനായിട്ടിടയായി. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാനൊരു ദിവസം ചെന്നപ്പോ ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹം എന്നോട് ബൈബിൾ എടുത്ത് തുറന്നു വെച്ചിട്ട് ഏത് വാക്യമാണ്, ഏത് അധ്യായമാണ്, ഏത് സുവിശേഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഭാഗം എടുത്ത് തുറന്നു വെച്ചിട്ട് എന്നെ പഠിപ്പിക്കുകയാണ്. ഇവൻ ആ തച്ചന്റെ മകനല്ലേ, മറിയമല്ലേ ഇവന്റെ അമ്മ, യൂദ, യോസെ, യാക്കോബ്, ശിമിയോൻ ഇവന്റെ സഹോദരന്മാരല്ലേ, ഇവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലേ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ കന്യകാമറിയമെന്ന് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ആ ഒരു പ്രതിമയുണ്ടല്ലോ, അത് വിഗ്രഹമാണ്, അത് കന്യകയല്ല. ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, മറിയം 5 or 6 ഒക്കെ പ്രസവിച്ചിട്ടുണ്ട്. ഞാൻ ആകപ്പാടെ വല്ലാതായി. കാരണം മറിയം നിത്യകന്യകയാണെന്ന് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നു. ഈ പഠനമായിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. പക്ഷേ ഇവര് ബൈബിളിൽ കാണിച്ചു തരുന്നു മറിയത്തിന് വേറെ മക്കളുണ്ടെന്നൊക്കെ. ആകപ്പാടെ വല്ലാതായി. ഞാൻ മിണ്ടാതെ യാതൊന്നും മറുപടി പറയാനില്ലാതെ തിരിച്ചിറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ബൈബിൾ എടുത്തു വെച്ചിട്ട് ഞാൻ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചു, എന്റെ ഈശോയെ എനിക്കിത് വെളിപ്പെടുത്തി തരണമേ. അവിടുന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? കത്തോലിക്ക തിരുസഭ ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ഇവിടെ ബൈബിൾ കൊടുക്കാൻ നമുക്ക് പറ്റില്ല, എനിക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ ഒരു ഭാഗമാണ് ആദ്യമായിട്ടിരുന്ന് തുറന്ന ഹൃദയത്തോടെ തമ്പുരാനെ വിളിച്ചു ചോദിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്ന് വായിച്ചു. അപ്പോഴാണ് കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. ഇത് പറയുന്നത് ആരാണ്? ഇത് പറയുന്നത് നിയമജ്ഞരും ഫരിസയരുമായിട്ടുള്ള ആൾക്കാരാണ് ഇത് പറയുന്നത്. അവര് പറയുന്നത്, യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശുവിനോട് അവർക്കുണ്ടായ അസൂയ മൂലമാണ്. ഇവര് തന്നെയാണ് യേശുവിനെ തിരസ്കരിച്ചു കൊണ്ടുപോയി കുരിശെ കൊണ്ട് തറച്ചതും. അപ്പൊ യേശുവിനെ കുരിശിൽ തറച്ച ആൾക്കാർ പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്, അതോ നമ്മുടെ സഭ പഠിപ്പിക്കുന്നതും വചനത്തിൽ എഴുതിയിരിക്കുന്നതുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വസിക്കേണ്ടത്? ഇത് ദൈവവചനമാണ്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും ദൈവവചനമാണ് എന്നുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എനിക്ക്. അതോടെ മാറി. ഞാൻ ഇവന്റെ അടുത്ത് നേരെ ചെന്നു, എന്നിട്ട് പറഞ്ഞു, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും ദൈവവചനമല്ല, അവിടെ സാന്ദർഭികമായിട്ട് ഫരിസയരുടെയും നിയമജ്ഞരുടെയും പിശാചിന്റെ പോലും വചനങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ആദ്യമായി സഭയെ വിമർശിക്കുന്ന ഒരു വ്യക്തിക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാൻ തക്ക ഒരു ജ്ഞാനം ഈശോ എനിക്ക് തന്നു. അത് പരിശുദ്ധമ്മയുടെ സഹായത്തോടെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ഗൾഫിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നു ഇത് അദ്ദേഹത്തോട് പറയാം. തീർച്ചയായിട്ടും കൊള്ളാം. അതിനുശേഷം ഇന്നുവരെ സഭ വിട്ടുപോകുന്നവരെയും സഭയെ വിമർശിക്കുന്നവരെയും കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരോടും കൃത്യമായ മറുപടി പറയാനായിട്ട് തമ്പുരാനെ ശക്തനാക്കുന്നുണ്ട്. നല്ലൊരു പോയിന്റാണ് സുഭാഷ് തോമസ് പറഞ്ഞത്. നമുക്ക് അടുത്ത ചോദ്യം കഴിഞ്ഞ് അതിലേക്ക് വരാം. പോകാം അടുത്ത ചോദ്യം. തീർച്ചയായും. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള 3ാമത്തെ ചോദ്യം. ജെറമിയ പ്രവചിക്കുന്നത് കേട്ട് അദ്ദേഹത്തെ അടിച്ച ശേഷം മുക്കാലിയിൽ കെട്ടിയിട്ട പുരോഹിതന്റെ പേരെന്ത്? ജെറമിയ പ്രവചിക്കുന്നത് കേട്ട് അദ്ദേഹത്തെ അടിച്ച ശേഷം മുക്കാലിയിൽ കെട്ടിയിട്ട പുരോഹിതന്റെ പേരെന്ത്? ഓപ്ഷൻ എ ഇമ്മർ, ഓപ്ഷൻ ബി പാഷൂർ, ഓപ്ഷൻ സി ബാറൂഖ് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റെഫാനി. ആരാണ് ജെറമിയ പ്രവചിക്കുന്നത് കേട്ട് അദ്ദേഹത്തെ അടിച്ച് മുക്കാലിയിൽ കെട്ടിയിട്ട പുരോഹിതൻ? ബാറൂഖും സ്റ്റെഫാനിയായും പ്രവാചകന്മാരായിരുന്നു, അവരല്ല. പിന്നെ ഉള്ളത് ഓപ്ഷൻ എ ആൻഡ് ബി ആണ്. ഒരു പരിചയം വരുന്നില്ല.
ഓപ്ഷൻ ബി പാഷൂർ. ഓപ്ഷൻ ബി പാഷൂർ. ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി പാഷൂർ. എല്ലാം വളരെ ഡൗട്ടിലാണ്. സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. അതെ, എനിക്ക് മനസ്സിലായി. ഓക്കെ, എനിക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി പാഷൂർ റൈറ്റ് ആൻസർ. 3 ചോദ്യങ്ങൾ, ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു, പക്ഷേ റൈറ്റ് ആൻസർ ആണ്. അതായത് ദൈവത്തിന്റെ വചനം പഠിക്കാൻ കാണിച്ച ആ ഒരു ആർജവം എന്തുകൊണ്ട് പഠിച്ചു അല്ലെ? ദൈവം പ്രചോദിപ്പിച്ച് പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടാവാം മേ ബി എല്ലാം റൈറ്റ് ആൻസർ ആയിട്ട് മാറുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിഹൗ പോയിന്റ് ചോദിക്കാം. സുഭാഷ് തോമസിന്റെ 3 ചോദ്യങ്ങൾ സിൽവർ റൗണ്ടിൽ കഴിയുമ്പോൾ. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ 3rd ക്വസ്റ്റിനും സുഭാഷ് തോമസ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 10 points. ഒരു ചോദ്യം കൂടി സിൽവർ റൗണ്ടിൽ ബാക്കിയാവുന്നു. നമുക്ക് സുഭാഷിന്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒന്ന് പരിചയപ്പെടാം. സാന്ദ്ര സുഭാഷ്, മൂത്ത മോളാണ്, പ്ലസ് 1 പഠിക്കുന്നു. പ്ലസ് 1 എവിടെയാണ് മോളെ? ഏത് സ്കൂളിൽ? കാർമൽ പബ്ലിക് സ്കൂൾ, പാലാ. പ്ലസ് 1 എന്താണ് മോളുടെ ഫ്യൂച്ചർ അംബീഷൻ ഒക്കെ? പപ്പായെ പോലെ CA. അതെ, പപ്പായുടെ പാതി വഴിയിൽ നിന്ന് CA മോള് ഫിനിഷ് ചെയ്യണം. അതിനാണോ ട്രൈ ചെയ്യുന്നത്? അത് അവളുടെ ഇഷ്ടം എന്താണോ ആ ഒരു സ്ട്രീമിലേക്ക് പൊക്കോളാൻ. ഞാൻ ഒരിക്കലും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്റെ മക്കളിലൂടെ സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം യാതൊന്നുമില്ല. അവരുടെ ടേസ്റ്റ് അവൾക്ക് മാത്രമേ ഇഷ്ടമാണ്. ബാക്കി അവളുടെ ആ സബ്ജക്റ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. നിനക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തെരഞ്ഞെടുക്കുക. നാളെ അപ്പൻ നിർബന്ധിച്ചതുകൊണ്ടാണ് എനിക്ക് ഇതിന് പോകേണ്ടി വന്നത്. ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. അല്ല, എപ്പോഴാണെങ്കിലും ഒരു പ്രൊഫഷനിൽ വരുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വാർത്തെടുത്തെങ്കിലേ ജോലി മര്യാദയ്ക്ക് നടക്കുകയുള്ളൂ. തീർച്ചയായിട്ടും മനസ്സിന് തൃപ്തിയോടെ ജോലി ചെയ്യാൻ പറ്റണം. നമ്മൾ പറഞ്ഞു വിടുന്ന അവള് CAക്ക് പഠിക്കാൻ നമ്മളവളെ നിർബന്ധിച്ച് ഡോക്ടറാക്കിയാൽ അവൾ ഒരിക്കലും ഒരു നല്ല ഡോക്ടറായി മാറില്ല. സോ മനസ്സിന് ഇഷ്ടമുള്ള ജോലി, എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റുന്നവര്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയും. കാരണം ഇഷ്ടപ്പെട്ട ജോലി ചെയ്തുകൊണ്ട് ശമ്പളം വാങ്ങിക്കുക അല്ലെ? അതിനൊരു സുഖമുണ്ട്, പ്രത്യേക സുഖം. അപ്പൊ മോളെ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അടുത്തയാളൊന്ന് പരിചയപ്പെടുത്തും. എന്റെ പേര് കെവിൻ സുഭാഷ്, 7A പഠിക്കുന്നു, കാർമൽ സ്കൂളിൽ തന്നെ. കാർമൽ സ്കൂളിൽ തന്നെ 7. എന്താണ് കെവിന്റെ? പൈലറ്റ്. ഓക്കെ. കഴിഞ്ഞ ദിവസവും ഒരു എപ്പിസോഡിൽ വേറൊരു കുട്ടി ഇത് തന്നെ, ഒരു കൊച്ചു പെങ്കൊച്ചാണ്, അവൾക്കും പൈലറ്റ് ആവണം ആണ് ആഗ്രഹം. ഇപ്പോൾ അതിലേക്ക് പഠിച്ചു തുടങ്ങി അല്ലേ? അങ്ങനെ ആവട്ടെ ഫ്യൂച്ചറിൽ. കെവിൻ സുഭാഷ്, ഓൾ ദ ബെസ്റ്റ്. ഇപ്പൊ തന്നെ പാരച്യൂട്ടിന്റെ മോഡലുകൾ ഉണ്ടാക്കുന്നു, പ്ലെയിനിന്റെ, ഹെലികോപ്റ്ററിന്റെ ഒക്കെ മോഡലുകൾ ഉണ്ടാക്കുന്നു. അത് പറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ നല്ല സൈൻ ആണല്ലേ? കാരണം അതാ ഞാൻ പറഞ്ഞല്ലോ, 2 മക്കളെയും അങ്ങനെ തിരിച്ചുവിടാൻ പറ്റുന്നതും ഈ പ്രായത്തിൽ തന്നെ അവരുടെ ഒരു ടാലന്റ് അവരും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ വലിയ കാര്യമാണ്. കാരണം ഒരു +2, +1 സമയം വരുമ്പോൾ പല കുട്ടികൾക്കും അറിയില്ല ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്. ഇപ്പം ഇന്നത്തെ കാലത്തല്ല, കുറച്ചുകൂടെ മുമ്പ് തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു. കാരണം +2 വരുമ്പം അച്ഛനും അമ്മയും പറയുന്ന ഗ്രൂപ്പ് എടുക്കുന്നു, പഠിക്കുന്നു. അങ്ങനെ എന്റെ ജീവിതം അത് തന്നെയാണ്. വലിയൊരു എക്സാമ്പിൾ. ആ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചതുകൊണ്ട് എന്റെ മക്കളുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അത് തന്നെ. ആ വരുന്ന കൺഫ്യൂഷനിൽ അവരുടെ ഇഷ്ടപ്പെട്ട ആ സബ്ജക്റ്റിലേക്ക് നമ്മൾ പതിയെ അങ്ങ് തിരിച്ചു കൊടുത്താൽ അവര്, കാരണം പിന്നെ അവരതില് കമാൻഡ് ചെയ്യാൻ പറ്റും അവർക്ക്. കാരണം അവരുടെ മനസ്സിലും ബ്രെയിനിലും ഉള്ളതെല്ലാം അങ്ങനെയാണ് ദൈവം അവരെ അല്ലെ അതിനുവേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എനിഹൗ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. അതിനു മുമ്പ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായും. റെഡിയല്ലേ? റെഡിയാണ്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള 4ാമത്തെ ചോദ്യം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇങ്ങനെ പറഞ്ഞ അപ്പസ്തോലൻ ആര്? ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഇങ്ങനെ പറഞ്ഞ അപ്പസ്തോലൻ ആര്? ഓപ്ഷൻ എ വിശുദ്ധ പത്രോസ്, ഓപ്ഷൻ ബി വിശുദ്ധ പൗലോസ്, ഓപ്ഷൻ സി വിശുദ്ധ യാക്കോബ് ആൻഡ് ഓപ്ഷൻ ഡി വിശുദ്ധ യോഹന്നാൻ. ആരായിരിക്കും? ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം.
സർ പൗലോസ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി വിശുദ്ധ പൗലോസ്. ലോക്ക് ചെയ്യട്ടെ. സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല, അതാണ് അടുത്തത് വരുന്നത്. ഞാൻ തന്നെ പറയാം. ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ്. അത് പത്രോസ് ഒരുപാട് യാത്രയൊന്നും നടത്തിയിട്ടില്ല. യാക്കോബ് അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും കേട്ടിട്ടില്ല. യോഹന്നാനാണെങ്കിലും വെളിപാട് എഴുതി പത്മോസ് ദ്വീപിൽ വെച്ച് നാടുകടത്തപ്പെട്ടു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ഒരു എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൗലോസ് ആണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ മാത്സിന്റെ ഒരു അല്ലേ ഒരു കാൽക്കുലേഷൻ. എനിഹൗ ആൻസർ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി വിശുദ്ധ പൗലോസ് റൈറ്റ് ആൻസർ. കൺഗ്രാറ്റ്സ്. സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ കഴിയുമ്പോൾ സുഭാഷ് തോമസിന്റെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ സിൽവർ ക്വസ്റ്റ്യന് സുഭാഷ് തോമസ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. ആൻഡ് സിൽവർ റൗണ്ടിലെ 4 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയതുകൊണ്ട് 10 പോയിന്റ്സ് ബോണസ് പോയിന്റ്സ് ലഭിക്കുന്നു. ആൻഡ് സിൽവർ റൗണ്ടിൽ സുഭാഷ് തോമസിന്റെ ടോട്ടൽ പോയിന്റ് 50 പോയിന്റ്സ്. സിൽവർ റൗണ്ടിലെ മാക്സിമം സ്കോർ. സന്തോഷമല്ലേ? ദൈവത്തിന് നന്ദി. ദൈവത്തിന് നന്ദി. കർത്താവ് വഴി നടത്തുന്നു. തീർച്ചയായും. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് കാനാൻ ദേശം സീസൺ 2 നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ദ നെക്സ്റ്റ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് റെഡിയാണ്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള ആദ്യത്തെ ചോദ്യം. തോബിത്ത് നാട് കടത്തപ്പെട്ടത് എവിടേക്കായിരുന്നു? ശ്രദ്ധിക്കാം. തോബിത്ത് നാട് കടത്തപ്പെട്ടത് എവിടേക്കായിരുന്നു? ഗോൾഡൻ റൗണ്ട് ആണ്, ഓപ്ഷൻസ് ഇല്ല. ലൈഫ് ലൈൻ തീരുമാനിച്ചു. ലൈഫ് ലൈൻ. കേട്ടായി. തോബിത്ത് നാട് കടത്തപ്പെട്ടത് എവിടേക്കായിരുന്നു? (38 സെക്കൻഡ് ഉണ്ട്. നിനവേ. നിനവേ. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. നിനവയിലേക്ക് റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം, അതും വിജയകരമായി. ഓരോ ചോദ്യവും ഒന്നും മിസ്സാവുന്നില്ല. ഇവിടെ ഒന്ന് ലൈഫ് ലൈൻ യൂസ് ചെയ്യേണ്ടി വന്നു. എനിഹോ സ്കോർ ഒന്ന് ചോദിക്കാം ഷാലറ്റിനോട്. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന് സുഭാഷ് തോമസ് ലൈഫ് ലൈൻ ഉപയോഗിച്ചിരുന്നു. സോ ഈ ക്വസ്റ്റ്യന് ലഭിക്കുന്നു 5 പോയിന്റ്സ്. വളരെയധികം സന്തോഷമുണ്ട് ഈ എപ്പിസോഡ് ഇങ്ങനെ പോകുമ്പോൾ. എനിഹോ നമുക്ക് കുറച്ചുപേരുടെ വന്നിട്ടുണ്ട്. അവരെ പരിചയപ്പെട്ടിട്ട് തിരിച്ചു വരാം. സുഭാഷിന്റെ പ്രിയ പത്നി ഒന്ന് പരിചയപ്പെടുത്തും. എന്റെ പേര് രാജി. സുഭാഷിന്റെ ഭാര്യയാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ, സന്തോഷം. അടുത്തയാള് സുഭാഷിന്റെ പ്രിയപ്പെട്ട അമ്മ. എന്റെ പേര് റോസമ്മ തോമസ്. ഞാൻ വീട്ടിൽ മക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെ സഹായിക്കുന്നു. അതെ. അമ്മയുടെ ഒരു സഹായം ജോലിയിലൊക്കെ സഹായിക്കുന്നു. ജോലിക്ക്. അതെ. പക്ഷെ അമ്മയുടെ ഏറ്റവും വലിയൊരു സഹായം കുറച്ചു മുമ്പ് അമ്മയുടെ മകൻ ഇവിടെ പറഞ്ഞു. ചെറിയ പ്രായത്തിൽ അവന്റെ മനസ്സിലേക്ക് കൊടുത്തുവിട്ട ഒരു എന്താ പറയാ, ഒരു വചനത്തിന്റെ മുത്ത്. അതാണ് വളർന്ന് അല്ലേ? എനിക്ക് മക്കൾക്ക് കൊടുക്കാൻ വേറൊന്നും നമുക്കില്ലല്ലോ. അതെ, അതാണ് പറഞ്ഞത്. അമ്മമാര് ആ പ്രായത്തിൽ കൊടുക്കുന്ന അത് അമ്മമാർക്ക് പോലും അറിയില്ല അത് ഇത്രമാത്രം വളർന്നു വരുമെന്ന്. എന്റെ അമ്മയും എനിക്ക് തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഉപദേശങ്ങൾ. അത് നമ്മൾ വലുതാകും തോറും നമുക്ക് അതിനോടുള്ള തീവ്രത കൂടുകയാണ്, അല്ലാതെ അതിൽ നമ്മൾ മാറിപ്പോവല്ലേ എന്ന്. എനിക്ക് ഏറ്റവും വലിയതാണ് എന്റെ മകനെ എനിക്ക് ദൈവം തന്ന സമ്മാനമാണ്. അതെ, എന്റെ മകനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ. അതെ, ഇത്രയൊരു നല്ല മകനെ എനിക്ക് തന്നതിൽ ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദിയും പറയുന്നുണ്ട്. അതെ, മകൻ ഇപ്പം ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, അമ്മ നന്നായിട്ട് കവിത എഴുതും, ക്രിസ്തീയ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്.
ഞാനിപ്പോ മനസ്സിൽ എന്തെങ്കിലും തോന്നും, ആഹാ. അന്നേരം ഞാൻ പറഞ്ഞെങ്കിലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അന്നേരം എഴുതി വെക്കും. അപ്പൊ തന്നെ എഴുതി വെക്കും? അതോ കൊച്ചുമക്കൾ സഹായിക്കുമോ എഴുതാൻ? ഇല്ല. ഇല്ല. പിന്നെ അതിന്റെ തെറ്റുകളൊക്കെ തിരുത്തി പിന്നെ വീണ്ടും അത് പകർത്തി എഴുതും. ഓക്കെ. ഇനിയും എഴുതണം കൂടുതൽ കൂടുതൽ. ഓക്കെ. അമ്മയെ പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. അടുത്ത ആരാണ്? പറഞ്ഞോളൂ. എന്റെ ജീവിത പങ്കാളിയുടെ ചേച്ചിയും മക്കളുമാണ്. ഓക്കെ. എന്റെ പേര് സന്മനസ് ജോർജ്. എങ്ങനെയാണ്? സന്മനസ് ജോർജ്. സന്മനസ് ജോർജ്. അത് ഒരു കാരണമുണ്ട്. 6 വർഷം മുമ്പ് നവജീവനിലെ പി യു തോമസ് ചേട്ടന് നവജീവനിൽ വെച്ച് എന്നെ ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് ഇട്ടു തന്ന പേരാ. അത് ഞാൻ പാലാ ഗവൺമെന്റ് ആശുപത്രിയിൽ എന്നോട് പറഞ്ഞു അവിടെ പോയി ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. നിർദ്ധരായ ആരുമില്ലാത്തവരെ അവർക്ക് ആവശ്യമായ വസ്ത്രവും ഭക്ഷണവും മരുന്നും അതുപോലെ കിടപ്പ് രോഗികളായിട്ടുള്ള വീടുകളിൽ എത്തിക്കുകയാണ്. അരി, പച്ചക്കറികൾ, വസ്ത്രങ്ങൾ എങ്ങനെ. അപ്പൊ അത് കർത്താവ് ഒത്തിരി അനുഗ്രഹം തന്ന് അത് പിതാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു നമ്മുടെ പല പിതാക്കന്മാർ രണ്ടുപേരും എന്നെ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. 6 വർഷമായിട്ട് തുടർന്നുകൊണ്ട് പോരുന്നു. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് അല്ലേ? വലിയൊരു വചനപ്രഘോഷണം കൂടിയാണ്. അതെ. അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലിയെ പരിചയപ്പെടുമ്പോൾ ഒരു സുഭാഷിന്റെ ആൻസർ ചെയ്യുന്ന ശൈലി കാണുമ്പോഴും, കാരണം നിങ്ങൾ എത്രമാത്രം സീരിയസ് ആയിട്ടാണ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹൃദയം കൊണ്ട് ബൈബിളിനെ സ്നേഹിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും, ഹൃദയം കൊണ്ട് ദൈവത്തെ അറിയുക എന്ന് പറയുന്നതാണ് ഭക്തിയുടെ ഏറ്റവും പാരമ്യം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ വേഷനാണ് ഞാൻ പറഞ്ഞത്. കാരണം ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ഏതവസ്ഥയിലും, അമ്മ പറഞ്ഞു തന്ന അതുപോലെ അതിന്റെ വേറൊരു ആംഗിളാണ്. കാരണം ഏതവസ്ഥയിലും ആരൊക്കെ എന്ത് പറഞ്ഞാലും ഹൃദയം കാണുന്നവൻ ദൈവമാണ്. ഒത്തിരി വിശ്വാസികളെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെ ആഴത്തിൽ വിശ്വാസമുള്ളവരെ കാണാൻ പറ്റുന്ന വലിയ സന്തോഷം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? റെഡിയാണ്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള രണ്ടാമത്തെ ചോദ്യം. യേശു സുഖപ്പെടുത്തിയ 10 കുഷ്ഠരോഗികളിൽ നന്ദി പറയാൻ യേശുവിന്റെ അടുത്ത് തിരികെ എത്തിയ ആൾ ഏത് ദേശക്കാരനായിരുന്നു? യേശു സുഖപ്പെടുത്തിയ 10 കുഷ്ഠരോഗികളിൽ നന്ദി പറയാൻ യേശുവിന്റെ അടുത്ത് തിരികെ എത്തിയ ആൾ ഏത് ദേശക്കാരനായിരുന്നു? വിജാതീയന്. ഒന്നുകൂടി ആലോചിക്കാം. സമരിയാക്കാരൻ. സമരിയാക്കാരൻ. ചോദിക്കട്ടെ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സമരിയാക്കാരൻ ഇസ് ദ റൈറ്റ് ആൻസർ. അറിയത്തില്ല എന്നുള്ളൊരു എക്സ്പ്രഷൻ സുഭാഷിന്റെ മുഖത്ത് വന്നാൽ ആൻസർ കറക്റ്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. എനിക്കോ സ്കോറിലേക്ക് പോകാം. ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഗോൾഡൻ റൗണ്ടിൽ കഴിയുമ്പോൾ ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് സുഭാഷ് തോമസിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. അങ്ങനെ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഗോൾഡൻ റൗണ്ടിൽ 2 ചോദ്യങ്ങൾ കൂടി ബാക്കി. അതിനു മുമ്പ് നമ്മൾ മുമ്പേ പറഞ്ഞു വന്ന വിഷയത്തില് ബൈബിള് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ ബൈബിളില് വായിക്കുമ്പോൾ വേറെ എന്തൊക്കെയാണ് ചിന്തകൾ ഉണ്ടാവുക? എന്റെ ഒരു കാഴ്ചപ്പാട്, ഏത് പുസ്തകം പഠിക്കാം. കാരണം MBA ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും കെട്ടുകണക്കിനുള്ള വലിയ മാനേജ്മെന്റ് ബുക്സും അക്കൗണ്ടൻസിയുടെ ബുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര കെട്ടിയുണ്ടാവും. ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാനത് വിശ്വസിച്ചാലും അതിനോട് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതിന്റെ ഓതർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാനത് പഠിക്കണം. എന്നിട്ട് ചോദ്യത്തിന്റെ ഉത്തരം എഴുതി വെക്കുക. അതവിടെ തീർന്നു, ക്ലോസ്. പക്ഷെ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം അങ്ങനെ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് അറിവുണ്ടാകുന്നുള്ളതല്ലാതെ അതുകൊണ്ടൊരു രക്ഷ അല്ലെങ്കിൽ ഒരു ആ വ്യക്തിയുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന എനിക്ക് അഭിപ്രായമില്ല. ബൈബിൾ പഠിക്കുമ്പോൾ അതിലെ ആശയങ്ങൾ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഞാൻ ഉൾക്കൊള്ളണം. അതെന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തണം. ഇതിങ്ങനെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഒരേ ഭാഗം തന്നെ ഒരു 2000 വർഷത്തെ പഴക്കമുള്ള ഒരു ഗ്രന്ഥമാണ്. അന്ന് എഴുതി വെച്ച കാര്യം പോലും ഇപ്പൊ വായിക്കുമ്പോൾ
ഇന്നത്തെ എന്റെ ജീവിതമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലെ ജീവിതമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ പല മേഖലകളുമായിട്ടും കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്ന ഒരു പുസ്തകമാണ്. അതായത് മാനേജ്മെന്റ് ബുക്സിൽ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ഇത് വിച്ച് ഇസ് ദി ബെസ്റ്റ് മാനേജ്മെന്റ് ബുക്ക് എന്നൊരു ചോദ്യം അടുത്ത കാലത്ത് ഒരാള് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളുടെ പേരെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പറയാണ്, നോ യു ആർ റോങ്, ഇറ്റ് ഈസ് ദി ബൈബിൾ. ദി ബെസ്റ്റ് മാനേജ്മെന്റ് ബുക്ക് ഇൻ ദി വേൾഡ് ഇസ് ദി ബൈബിൾ. സത്യം പറഞ്ഞാൽ അപ്പോഴൊക്കെയാണ് ശരിക്കും ഞാനുള്ള ആത്മാർത്ഥത്തോടെ പറയാണ്, ബൈബിളിനെ ഇത്രയ്ക്ക് കാര്യമായിട്ട് ഞാൻ ഇതുവരെ കരുതിയില്ലായിരുന്നല്ലോ എന്നുള്ള ഒരു നഷ്ടബോധം. ഓക്കെ, എനിഹോ വെരി ഗുഡ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള മൂന്നാമത്തെ ചോദ്യം. ഏഴ് ദർശനങ്ങൾ വഴി ദൈവം തന്റെ സന്ദേശങ്ങൾ നൽകിയത് ഏത് പ്രവാചകനാണെന്നാണ് സഖറിയായുടെ പുസ്തകത്തിൽ പറയുന്നത്? 7 ദർശനങ്ങൾ വഴി ദൈവം തന്റെ സന്ദേശങ്ങൾ നൽകിയത് ഏത് പ്രവാചകനാണെന്നാണ് സഖറിയായുടെ പുസ്തകത്തിൽ പറയുന്നത്? ആലോചിക്കാം. സഖറിയായുടെ പുസ്തകത്തിൽ. അതെ, സഖറിയ തന്നെ ആവുമോ? ആൻസർ പറയണം. ബൈബിളിലേക്ക് പോകുന്നു. റെഡിയല്ലേ? റെഡിയാണ്. ഏഴ് ദർശനങ്ങൾ വഴി ദൈവം തന്റെ സന്ദേശങ്ങൾ നൽകിയത് ഏത് പ്രവാചകനാണെന്നാണ് സഖറിയായുടെ പുസ്തകത്തിൽ പറയുന്നത്? സഖറിയ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സഖറിയ ഇസ് ദ റൈറ്റ് ആൻസർ. ആക്ച്വലി ഒരു ഡൗട്ടിൽ ഇതിനു മുമ്പ് സഖറിയ പറഞ്ഞിരുന്നു, പക്ഷെ അത് കൺഫേം ചെയ്യാൻ പറ്റിയില്ല. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ ഓർത്തു അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ബൈബിളിലേക്ക് എപ്പോഴും ആശ്രയിക്കുന്ന ബുക്കിലേക്ക് തന്നെ അല്ലേ? ഏറ്റവും നല്ല മാനേജ്മെന്റ് ബുക്ക്, അതിലേക്ക് പോയി. എനിഹോ വളരെയധികം സന്തോഷം. 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സ്കോർ അറിയാം. ഷാലറ്റിലേക്ക് പോകാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ 3rd ക്വസ്റ്റിന് സുഭാഷ് തോമസ് ലൈഫ് ലൈൻ ഉപയോഗിച്ചിരുന്നു. സോ ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 5 പോയിന്റ്സ്. അങ്ങനെ ഗോൾഡൻ റൗണ്ടിൽ ഒരു ചോദ്യം കൂടി ബാക്കി. പോകാം, അതിലേക്ക് പോകാം. റെഡിയല്ലേ? റെഡിയാണ്. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള 4ാമത്തെ ചോദ്യം. യേശുവിനെ സുഗന്ധ തൈലം പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്ത സ്ത്രീ ആരാണെന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്? യേശുവിനെ സുഗന്ധ തൈലം പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്ത സ്ത്രീ ആരാണെന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നതാണ്. അതെ, ആരായിരിക്കും? മഗ്ദലന മറിയം. മഗ്ദലന മറിയം. ചോദിക്കട്ടെ.
കമ്പ്യൂട്ടർ പ്ലീസ്. മറിയം ലാസറിന്റെ സഹോദരി. മഗ്ദലന മറിയമാണ് സുഭാഷ് പറഞ്ഞത്. പക്ഷെ റൈറ്റ് ആൻസർ മറിയം. യോഹന്നാന്റെ സുവിശേഷം 11:2 ഈ ഭാഗം വരുന്നത്. നിഹവ് 4 ചോദ്യങ്ങൾ ഗോൾഡൻ റൗണ്ടിൽ കഴിഞ്ഞിരിക്കുന്നു. സുഭാഷിന്റെ സ്കോർ അറിയാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഗോൾഡൻ ക്വസ്റ്റ്യന് സുഭാഷ് തോമസ് നൽകിയ ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റ്യന് നോ പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ സുഭാഷ് തോമസിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 20 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 50 പോയിന്റ്സ്. ഇതുവരെയുള്ള സുഭാഷ് തോമസിന്റെ പോയിന്റ് നില 70 പോയിന്റ്സ്. അപ്പോൾ ആദ്യ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ 70 പോയിന്റ്സ്. ഇനിയാണ് മാക്സിമം സ്കോർ ചെയ്യാവുന്ന റൗണ്ട് വരുന്നത്. അതിലേക്ക് പോകാം. നമുക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2-ൽ 3ാമത്തെ റൗണ്ട്, ദ ഡയമണ്ട് റൗണ്ട്. സുഭാഷ്, ഡയമണ്ട് റൗണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിയൽ ഡയമണ്ട് റൗണ്ടാണ്. അത് സുഭാഷ് എടുക്കുന്ന ഒരു തീരുമാനത്തിൽ കൂടെ വന്നിരിക്കുന്ന കമ്പാനിയൻസിന്റെ സഹായം ചോദിച്ച് ആൻസർ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് ആണ് ലഭിക്കുക. മറിച്ച് അവരുടെ സഹായം വേണ്ട, ഞാൻ തന്നെ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പോകുന്നു എന്ന് സുഭാഷ് എടുക്കുന്ന തീരുമാനത്തിലാണ് ഇത് ഡയമണ്ട് റൗണ്ട് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് യു വിൽ ഗെറ്റ് 20 പോയിന്റ്സ്, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, അങ്ങനെ ടോട്ടൽ 300 പോയിന്റ്സ് ഒറ്റ റൗണ്ടിൽ 4 ചോദ്യത്തിൽ സ്കോർ ചെയ്യാം. തീരുമാനിക്കാം സുഭാഷിന്. സ്ട്രേറ്റ്. ഞാനത് പ്രതീക്ഷിച്ചു. കോൺഫിഡന്റ് ആണ്. നമുക്ക് പോകാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള ആദ്യത്തെ ചോദ്യം. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ആരോടാണ് ദൈവം ഇങ്ങനെ ചോദിച്ചത്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ആരോടാണ് ദൈവം ഇങ്ങനെ ചോദിച്ചത്? ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യമാണ്. ആലോചിച്ച് ആൻസർ ചെയ്യും. കായനോട്. സുഭാഷ് കോൺഫിഡന്റ് ആണ്. സോ ഞാൻ ഉറപ്പാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. കമ്പ്യൂട്ടർ പ്ലീസ്. കായനോട് റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. ഷാലറ്റിനോട് ചോദിക്കാം, സ്കോർ ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യന് സുഭാഷ് തോമസിന് ലഭിക്കുന്നു 20 പോയിന്റ്സ്. കൺഗ്രാറ്റ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാനാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമ്മുടെ ഷോയുടെ ഒരു ഭാഗം അനുസരിച്ച് സുഭാഷിന്റെ പള്ളിയെപ്പറ്റി, ഇടവക, അതിനെപ്പറ്റി ഒന്നും ഞാൻ ചോദിച്ചില്ല. അതിനെക്കൂടി ഒന്ന് പറയാമോ? ഭരണങ്ങാനം ഇടവകയുടെ, അതായത് ഭരണങ്ങാനം ഫൊറോനയാണ്. എന്റെ ഇടവക ഇടപ്പാടി എന്ന് പറയും. ഇടപ്പാടി അതായത് അൽഫോൻസാമയുടെ ഇടവകയുടെ തൊട്ട് അയൽവക്കം. പാലായിൽ നിന്ന് പോകുമ്പോൾ ഇടപ്പാടി ഒരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളി ഞങ്ങളുടെ ഇടവക പള്ളിയുടെ കുരിശുപള്ളിയാണ്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പള്ളിയിലേക്ക് പോകുന്നത്. ഇടപ്പാടി സെന്റ് ജോസഫ് ചർച്ച് എന്നാണ് പള്ളിയുടെ പേര്. ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ മാത്യു മുതലകത്ത്. അച്ഛനൊക്കെ തീർച്ചയായിട്ടും പ്രോഗ്രാം കാണുന്നുണ്ടാവും. ഇടവകക്കാരും അച്ഛന് അനുഗ്രഹമുണ്ട്. ഇടപ്പാടി പള്ളിയുടെ സെന്റ് ജോസഫ് ചർച്ച് അല്ലേ? അതെ. ഓക്കെ, അവരുടെ എല്ലാം പ്രാർത്ഥന. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡയമണ്ട് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം വളരെ കോൺഫിഡന്റ് ആയിട്ട് സുഭാഷ് പറഞ്ഞു. അടുത്ത സുഭാഷിന്റെ ആൻസർ കേൾക്കാൻ എനിക്കും ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് ആയി തുടങ്ങി. റെഡിയല്ലേ? റെഡിയാണ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള രണ്ടാമത്തെ ചോദ്യം. അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ആരെക്കുറിച്ചാണ് യേശു ഇങ്ങനെ പറഞ്ഞത്?
അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ആരെക്കുറിച്ചാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഒരു കൂട്ടരാണോ രണ്ടു കൂട്ടരുണ്ടോ ആൻസറിനകത്ത്? ആരെക്കുറിച്ച് എന്നാണ്. അപ്പം അവർ ഗ്രൂപ്പ് ആവാം. നിയമജ്ഞരും ഫരിസയരും. ഏതെങ്കിലും ഒരു ആൻസറിൽ ഉറയ്ക്കണം. ഇതിൽ നിയമജ്ഞർ. ഫരിസയർ. പരിചയരെ കുറിച്ച് അതാണ് ഉറപ്പിക്കുന്നത്. ഫരിസയർ. കമ്പ്യൂട്ടർ പ്ലീസ്. പരിചയരെ കുറിച്ച് റൈറ്റ് ആൻസർ. പണ്ട് കറപ്പിച്ചിട്ടേക്ക് ആൻസർ പരീക്ഷയ്ക്ക് ഇതൊരു വല്ലാത്ത പരീക്ഷണമായിപ്പോയി. ഇത് ഓക്കെ. ഇത് ഏത് ഭാഗത്താണെന്ന് പറയാൻ പറ്റുമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് 15-14. അവിടെയാണ് ഈ ഭാഗം പറയുന്നത്. ഞാനിത് സത്യം പറഞ്ഞ ഒരുപാട് പ്രാവശ്യം ഈശോയോട് ചോദിച്ചു, എനിക്ക് ഈ വാക്യങ്ങളും അധ്യായവും ഓർത്തിരിക്കുന്ന ആ ഒരു ടെക്നിക്ക് ഒന്ന് പറഞ്ഞു തരണമെന്ന്. തൽക്കാലം നീ ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. അതെ, പക്ഷെ അത് കൂടുതൽ ഡീപ്പായിട്ട് അറിയാം കാര്യങ്ങൾ. അല്ല, ഇത് എന്നോട് ഈ അധ്യായമോ വാക്യമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കിട്ടത്തില്ല. ഏത് സുവിശേഷമെന്നോ ഏത് ലേഖനമെന്നോ ഏത് പുസ്തകം എന്ന് ചോദിച്ചാലും മിക്കവാറും ഏതാണ്ട് 50% ഒക്കെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ ബാക്കി കിട്ടത്തില്ല. എനിക്ക് ആ ആശയം മാത്രമേ ഉള്ളൂ മനസ്സിൽ നിൽക്കത്തുള്ളൂ. ആദ്യത്തെ ആൻസറുകളിലും ഇങ്ങനെയായിരുന്നു. എനിക്കൊന്നും അറിയില്ല, പക്ഷേ ആൻസറുകൾ കറക്റ്റ് ആയിരുന്നു. അത് എന്റെ കഴിവല്ല. തീർച്ചയായിട്ടും. ഇനി അതിനകത്ത് ഈ വാക്യങ്ങളും അധ്യായം പുസ്തകം എവിടെ എത്ര വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ് എന്റെ കൂടെ വന്നിട്ടുള്ളത്. അങ്കിൾ ഓക്കെ. വളരെ കറക്റ്റാണ്, വളരെ ഷാർപ്പാണ്, പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഏത് കാര്യം എവിടെയുണ്ട്, ബൈബിളിൽ എവിടെയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ സീറ്റിലേക്ക് എപ്പോഴെങ്കിലും വരാൻ പറ്റുമായിരിക്കും അല്ലേ അങ്കിൾ? അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ആരുമല്ല അല്ലേ? ഒന്ന് ശ്രമിച്ചുകൂടെ? ഞാനത് ആഗ്രഹിക്കും. ഈശോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്. കനാൻ ദേശം സീസൺ 2 അല്ലെങ്കിൽ സീസൺ 3 ആ ഗോൾഡൻ സീറ്റിൽ വന്നിരിക്കാൻ പങ്കെടുക്കാൻ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. എനിക്ക് 2 ലൈൻ ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട് അങ്കിളിന്. ഓക്കെ. ആകാശപ്പറവുകളുടെ കുറ്റിക്കിലച്ചന്റെ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട ഒരു ഭക്തിഗാനമാണ്. ഓക്കെ. 4 ലൈൻ. തെരുവിന്നോരങ്ങളിൽ നിൻ പടിവാതിലിനരുകിൽ വിശന്നു തളർന്നു കേഴും പാവം മാനവ രൂപങ്ങൾ, ദൈവത്തെ കാണാത്ത മനുഷ്യ അന്ധനാണു നീ, പാവാന്തകാരത്തിലാണു. കാരണം അങ്കിളുടെ പാട്ടിന്റെ ഒരു ഭംഗിയല്ല ഞാനിവിടെ ശ്രദ്ധിച്ചത്. ആ പാട്ടിന്റെ വരികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക. മനസ്സിൽ അതിന്റെ വരികൾ മനസ്സിൽ സ്വാംശീകരിച്ച് ഹൃദയം കൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ആ പാട്ടിന് ഇത്രയും, കാരണം അത്രയും ആത്മാർത്ഥമായിട്ടാണ് അങ്കിൾ അത് പാടിയത്. ഞങ്ങള് കാനാൻ ദേശം സീസൺ 2 ആരംഭിക്കുമ്പോൾ ഈസ്റ്റർ എപ്പിസോഡായിട്ടാണ് തുടങ്ങിയത്. അന്ന് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത് നമ്മുടെ പാല മരിയ സദനം സന്തോഷ് ചേട്ടനായിരുന്നു. നാട്ടുകാരനാണ്. അദ്ദേഹം ആണ് ഈ CD പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പാട്ടിട്ടാണ് ഞങ്ങളിവിടെ പ്രസന്റ് ചെയ്തത്. സോ അദ്ദേഹത്തിന്റെ സേവനവും നമുക്കറിയാമല്ലോ, അവിടെ ചെയ്തിട്ടുണ്ട്. വളരെയധികം നമുക്ക് ബഹുമാനിക്കേണ്ടതും സ്വാംശീകരിക്കേണ്ട ഒത്തിരിയധികം ക്വാളിറ്റികളുള്ള ഒരു മനുഷ്യൻ. ഞങ്ങൾ ആ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും, പാലക്കാരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും. അപ്പം അദ്ദേഹത്തെയും നമ്മളിവിടെ ഓർക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സുഭാഷിന്റെ സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്.
അഗെയിൻ ഡയമണ്ട് റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് സുഭാഷ് തോമസ് നൽകിയ ഉത്തരം ശരിയാണ്. ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 40 പോയിന്റ്സ്. അങ്ങനെ ഡയമണ്ട് റൗണ്ടിന്റെ മാക്സിമം ത്രില്ലിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. 2 ചോദ്യങ്ങൾക്കും റൈറ്റ് ആൻസർ. ഇനി ഞാൻ ഇടയിൽ സംസാരങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് 2 ചോദ്യവും സുഭാഷിന് മുമ്പിലേക്ക് വെക്കുകയാണ്. റെഡിയല്ലേ? റെഡിയാണ്. ആൻസർ ചെയ്യാൻ റെഡിയാണ്. കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ സുഭാഷ് തോമസിന് 3ാമത്തെ ചോദ്യം. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. ഇസ്രയേലിലെ ഏത് ന്യായാധിപനെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. ഇസ്രായേലിലെ ഏത് ന്യായാധിപനെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ന്യായാധിപനാണല്ലേ? അതെ. രാജാവല്ല. രാജാവല്ല. ദാവീദ് എന്നാ എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത്. അന്നത്തെ ന്യായാധിപന്മാർ എന്ന് പറയുമ്പോൾ ന്യായം നടത്തുന്നവർ മാത്രമല്ലായിരുന്നു. സാംസൺ. ചോദിക്കട്ടെ? എനിക്ക് കോൺഫിഡൻസ് ഇല്ല. സാംസൺ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സാംസൺ ഇസ് ദ റൈറ്റ് ആൻസർ. ന്യായാധിപന്മാർ 16-30. കാരണം അന്നത്തെ കാലത്ത് ന്യായാധിപർ എന്ന് പറയുമ്പോൾ അതായത് അവർ യുദ്ധവീരന്മാരും അല്ലേ? അത് ഇസ്രായേലിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഇസ്രായേൽ ഗോത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ന്യായാധിപന്മാർ. ആ ഒരു വാക്യം അങ്ങോട്ട് മനസ്സിൽ വന്നില്ല, അത് വായിച്ചാൽ ഓർക്കുന്നില്ല. എനിഹൗ റൈറ്റ് ആൻസറിലേക്കാണ് വന്നത്. കൊന്ന കണക്ക് വെച്ച് നോക്കുമ്പോ അങ്ങനെയാണ്. സാംസൺ. ചോദിക്കാം നമുക്ക്. ശാലത് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ 3rd ക്വസ്റ്റിന് സുഭാഷ് തോമസിന് ലഭിക്കുന്നു 80 പോയിന്റ്സ്. അങ്ങനെ ഡയമണ്ട് റൗണ്ടിലെ 3 ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം ദ റിയൽ ഡയമണ്ട് ക്വസ്റ്റ്യൻ. 160 പോയിന്റ് ക്വസ്റ്റ്യൻ ആണ്. റെഡിയാണോ? റെഡിയാണ്. ഉടനെ ചോദിക്കണോ അതോ എന്തെങ്കിലും സംസാരിക്കണോ? ഒന്ന് റിലാക്സ് ചെയ്തിട്ട് സംസാരിക്കാം. ചോദിക്കാം. പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു. തുടങ്ങാം. ഓക്കെ. റെഡിയല്ലേ? റെഡി. കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ സുഭാഷ് തോമസിനുള്ള 4ാമത്തെ ചോദ്യം. ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? ആരാണ് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചത്? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? ആരാണ് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചത്? ദ റിയൽ ഡയമണ്ട് ക്വസ്റ്റ്യൻ ആണ്. മുഖത്തൊരു ചിരി വരുന്നുണ്ട്. ശരിയാണെന്ന് 90% ഉറപ്പാണ്. സമരിയാക്കാരി സ്ത്രീ. സമരിയാക്കാരി സ്ത്രീ. അതല്ലാതെ വേറെ ഉത്തരം ഞാൻ പറയത്തില്ല. ഓക്കെ. കമ്പ്യൂട്ടർ പ്ലീസ്. സമരിയാക്കാരി സ്ത്രീ റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിൽ 4 ചോദ്യങ്ങളും. സൂപ്പർ. കൺഗ്രാറ്റ്സ്. എന്റെ കഴിവല്ല, എനിക്ക് ഒരാളിപ്പോ പറഞ്ഞു തരുന്നുണ്ട് ഉത്തരം. അത്രേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആൻസർ പറയണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധമ്മയോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയൊരു സഹായം ചോദിച്ചു വെച്ചേക്കണേ. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇത്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ടും അവിടുത്തെ അമ്മ പരിശുദ്ധ മറിയം നിത്യകന്യകയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് ഈ
വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടെന്നുള്ളതും അത് ലോകം മുഴുവന് കാണുന്ന ഗുഡ്നസ് ടിവിയുടെ ഈ ചാനലിലൂടെ അത് പറയാനായിട്ടുമാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ട സഹായം ഇങ്ങ് എത്തിച്ചു തന്നേക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറിയത്. കൃത്യം എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു. ആ സഹായം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. നമുക്ക് ഫൈനൽ സ്കോറിലേക്ക് പോകാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഡയമണ്ട് ക്വസ്റ്റ്യന് സുഭാഷ് തോമസ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന് ലഭിക്കുന്നു 160 പോയിന്റ്സ്. ആൻഡ് ഡയമണ്ട് റൗണ്ടിൽ സുഭാഷ് തോമസിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 300 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 50 പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ 20 പോയിന്റ്സ്. And the grand total is 370 points out of 400. And congratulations, Subhash Thomas. 370 out of 400. സന്തോഷം. മോന്റെ മുഖത്ത്, വൈഫിന്റെ മുഖത്ത്, അമ്മാവൻ, അമ്മ എല്ലാവരും വളരെയധികം പ്ലസന്റ് ആയിട്ടിരിക്കുകയാണ് സുഭാഷിന്റെ ഈ നേട്ടത്തിൽ. അമ്മാവൻ പറഞ്ഞതുപോലെ ജോലിയിൽ ഏറ്റവും സത്യസന്ധനായ ഒരു യുവാവ്. വളരെയധികം സന്തോഷം നിങ്ങളെപ്പോലെയുള്ള ഒരാളെ ഈ ഗോൾഡൻ സീറ്റിൽ കിട്ടിയതിന്. തീർച്ചയായിട്ടും ഈ ഷോ ഞാനും എൻജോയ് ചെയ്തു, പ്രേക്ഷകരും അങ്ങനെയെന്ന് ഞാൻ കരുതുന്നു. അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ബൈബിൾ പഠിച്ചു തുടങ്ങിയ, അമ്മയെ സ്നേഹിക്കുന്ന മകൻ, പെറ്റമ്മയെയും നമ്മുടെ പരിശുദ്ധ അമ്മയെയും ഒരുപോലെ സ്നേഹിക്കുന്ന മകൻ, ആ മകന് അമ്മ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ കനാൻ ദേശം ഗോൾഡൻ സീറ്റിൽ മികച്ച ഒരു പെർഫോമൻസ്. റിയലി വൺസ് അഗെയിൻ ഐ കൺഗ്രാജുലേറ്റ് യു. താങ്ക് യു. നമുക്ക് കനാൻ ദേശം സീസൺ 2 തരുന്ന ഒരു മെമന്റോയും സർട്ടിഫിക്കറ്റും ഉണ്ട്. പ്ലീസ്. വിശുദ്ധ അൽഫോൻസാമയുടെ നാട്ടിൽ നിന്നും വന്ന് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും മനോഹരമായ സാക്ഷ്യം പറഞ്ഞ് അമ്മയുടെ സഹായത്തോടെ കനാൻ ദേശം സീസൺ 2 മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സുഭാഷ് തോമസുമായിട്ടുള്ള ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം പുതിയ കണ്ടസ്റ്റന്റുമായി ഞങ്ങൾ വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചർ ഇല്ലാത്ത ദിവസങ്ങളിൽ ടീച്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ്സിൽ കയറി പഠിപ്പിക്കായിരുന്നു. ഇപ്പൊ ഞാൻ സൺഡേ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ യുവതി സമാജത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ നിമിക്കുള്ള ആദ്യത്തെ ചോദ്യം. സ്നാപക യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ച രാജാവ് ആര്? റിലാക്സ് ചെയ്യൂ നിമി, ആലോചിക്കും.